ലെയറായി കണ്ടെയ്നറുകൾ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ കൊണ്ട് ഇവിടെ ഇട്ടതിന് ശേഷം ഇതിനുള്ളിൽ മണ്ണ് നിറച്ച് യാതൊരു കാരണവശാലും നീക്കാൻ സാധിക്കാത്ത നിലയിൽ മണ്ണ് നിറച്ച് വെച്ചേക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെയും പോലീസ്, ഈ ഒഴിഞ്ഞ സ്ഥലത്തും പോലീസ് ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ കർഷക സംഘടനകൾ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും ഈ കണ്ടെയ്നറുകൾ വെച്ചതിന് പിന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയും. റോഡിൽ, പ്രധാനപ്പെട്ട ഒരു റോഡിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ കിടക്കുന്നതെല്ലാം ഈ നേരത്തെ കണ്ടതുപോലത്തെയുള്ള മുൾവേലികളാണ്. ഇത്തരത്തിൽ മണ്ണ് ഇട്ടുകൊണ്ട് ഈ വാഹനങ്ങൾ റോഡിൽ ഇട്ടുകൊണ്ട് എല്ലാം തന്നെ ഇവിടേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഇതുവഴിയുള്ള ട്രാക്ടറുകളുടെ പോക്ക് തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർദ്ധസൈനിക വിഭാഗം മാത്രമല്ല ഹരിയാന പോലീസും ഡൽഹി പോലീസും അതിർത്തിയിലുണ്ട്. ഇവിടെയും എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. യാതൊരു കാരണവശാലും ഇവിടെ നിന്ന് ട്രാക്ടറുകൾ ഡൽഹി നഗരത്തിൽ പ്രവേശിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് തടയുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇത് നേരത്തെ 2020 ഇതിനേക്കാൾ അപ്പുറത്തേക്ക് കർഷക സംഘടനകൾക്ക് പോകാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്ന് കൂടുതൽ പോലീസിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും അന്ന് ഈ ട്രാക്ടറുകൾ, കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം ട്രാക്ടറുകൾ കെട്ടി വലിച്ച് നീക്കി ട്രാക്ടറുകൾ നഗരത്തിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്, ആയുധങ്ങൾ ഉള്ള സേനാ വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ കർഷകർ നടത്തുന്ന ഡൽഹി ചലോ മാർച്ച് യാതൊരു കാരണവശാലും ലക്ഷ്യം കാണരുതെന്ന് ഉറപ്പിച്ചു തന്നെയാണ്. മാത്രമല്ല ഇവിടേക്കുള്ള ഇടറോഡുകൾ ഉൾപ്പെടെ ഈ രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച്, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അത് തടയുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്ന പോലെ, അതായത് ദേശീയപാത വിട്ട് ഉൾറോഡുകൾ കയറി, ഇടറോഡുകൾ കയറി, ഗ്രാമീണ പാതകൾ കയറി പോലും വാഹനങ്ങൾ അല്ലെങ്കിൽ ട്രാക്ടറുകൾ ഡൽഹിയിൽ എത്തരുത് എന്ന് തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. അതനുസരിച്ച് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വിന്യാസവും നടത്തിയിട്ടുള്ളത്. വൈകിട്ടോടു കൂടിയായിരിക്കും ഇങ്ങോട്ടേക്ക് ഈ കർഷകർ നടത്തുന്ന ഡൽഹി ചലോ മാർച്ച് എത്തുന്നത്. അത് തടയുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. പോലീസിനെയും വാഹനങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർഷകരുടെ വാഹനങ്ങളെയും തടയുക എന്ന ലക്ഷ്യം തന്നെയാണ്. 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇന്നലെ നടന്ന ചർച്ചയിൽ പോലും ആ 10 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും ഈ ആവർത്തനങ്ങൾക്കുമെല്ലാം അപ്പുറം കർഷകർ വീണ്ടും സമരവുമായി രംഗത്തെത്തുകയാണ്. 2020 രാജ്യ തലസ്ഥാനം കണ്ടതുപോലെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആ സമരത്തിന്റെ ഒരു സ്മരണ പുതുക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതിൽ അവരുടെ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തുകയാണ്. എന്തായാലും പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച ഒരു ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച ട്രാക്ടർ റാലി അത് ഈ പഞ്ചാബ് കഴിഞ്ഞ് ഹരിയാന പിന്നിട്ട് ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരെ തടയാനും അവരുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയും ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൌത്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണയെല്ലാം ഇത്തരം ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരുന്നു എങ്കിലും അതിനൊന്നും കർഷകരെ തടയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകരുത്. കഴിഞ്ഞ തവണ ITOയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഡൽഹിയുടെ നഗര ഹൃദയത്തിൽ കണ്ടതുപോലെയുള്ള ഒരു കാഴ്ച ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള ആയുധ സജ്ജീകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലാത്തി പോലെയുള്ള പരമ്പരാഗത ആയുധങ്ങളുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാൻ കഴിയുന്നത് ഇത് റോഡിൽ ഇത്തരം മുള്ളുപോലെയുള്ള അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഈ ഒരു വസ്തു റോഡിൽ വിന്യസിക്കുന്നത് വഴി ടയറുകൾ പഞ്ചറാക്കാൻ സാധിക്കും. അത്തരത്തിൽ ട്രാക്ടറുകൾ അകത്തേക്ക് കയറാതിരിക്കാനുള്ള പോലീസിന്റെ മുന്നൊരുക്കം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ നഗരത്തിൽ ഡൽഹിയുടെ എല്ലാ അതിർത്തികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ നമ്മളുള്ളത് സിംഘു അതിർത്തിയിലാണ്. ഇതേപോലെ ടിക്രിയിലും അതോടൊപ്പം തന്നെ ഗാസിപൂരിലും ഉൾപ്പെടെ ഇത്തരം ക്രമീകരണങ്ങൾ ഒരുക്കുന്നു അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. നമ്മളെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാനാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മാറാൻ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ രണ്ടാമത്തെ കർഷക സമരം നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കർഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രതിഷേധമുണ്ടായാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ബെൽറ്റിൽ കർഷകർക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് BJPക്ക് വലിയ തിരിച്ചടിയാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്ക കൂടി കണക്കിലെടുത്താണ്, അല്ലെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ്
കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്തരം വലിയ സന്നാഹം ഒരുക്കി പൊതുഖജനാവിൽ നിന്ന് ഇത്രയും പണം മുടക്കി ഈ സന്നാഹങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കർഷകർ ചോദിക്കുന്നത് ന്യായമായ ആവശ്യങ്ങളാണ്. അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് നൽകുക, അവരുടെ പേരിലുള്ള കടങ്ങൾ, നമുക്കറിയാം ശതകോടീശ്വരന്മാരുടെ പേരിലുള്ള കടങ്ങൾ നിസ്സംശയം എഴുതി തള്ളുന്ന അല്ലെങ്കിൽ നിസ്സാരമായി എഴുതി തള്ളുന്ന കേന്ദ്ര സർക്കാരിന് കർഷകർ കൃഷിക്ക് വേണ്ടി എടുത്ത കടം എഴുതി തള്ളാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഇൻഷുറൻസ് നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ഇൻഷുറൻസ് നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം താങ്ങുവില നൽകാമെന്ന ഉറപ്പ്, അവർക്ക് നിയമം മൂലമുള്ള ഒരു ഉറപ്പ് അതും നൽകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മസിൽ പവർ ഉപയോഗിച്ച് അവരെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും, ഈ കർഷക സംഘടനകളെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ തവണ ഈ സമരം ഇത്രയും കൊടുമ്പിരി കൊണ്ടതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി അലയടിച്ചതിന് ശേഷമാണ് ഇത്തരം ബാരിക്കേഡുകൾക്ക് അവരെ തടയാൻ കഴിയില്ലെന്ന് അറിഞ്ഞതിന് ശേഷമായിരുന്നു അന്ന് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു കൈ അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു. പക്ഷെ ആ ചർച്ചയും വിജയം കണ്ടില്ല. സ്വാഭാവികമായും കർഷകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ട്രാക്ടറിനെ നേരിടാൻ കോൺക്രീറ്റ് ഇറക്കി പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും മുടക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് ഡൽഹിയുടെ എല്ലാ അതിർത്തികളിലുമുള്ളത്.